ഇന്നത്തെ തിരക്കിട്ട ലോകത്ത് നമുക്കെല്ലാവർക്കും ഒരല്പം സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരിടം വേണം. അതാണ് നമ്മുടെ വീട്. എന്നാൽ പലപ്പോഴും വീട്ടിലെ ചെറിയ വഴക്കുകളും ദേഷ്യവും ആ അന്തരീക്ഷം ഇല്ലാതാക്കാറുണ്ട്. ഈ വിഷയം നമ്മൾ ഇന്ന് ബുദ്ധന്റെ കലാതീതമായ വാക്കുകളിലൂടെ സമീപിക്കുകയാണ്. സമാധാനപരമായ ഒരു വീട് സൃഷ്ടിക്കാൻ ബുദ്ധൻ ഉപദേശിച്ച 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ കുടുംബ വഴക്കുകൾ ഒഴിവാക്കി ദേഷ്യം കുറച്ച് പോസിറ്റീവ് എനർജി വീട്ടിൽ നിലനിർത്താമെന്നും നമുക്ക് നോക്കാം. നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റാനും ഈ 7 തത്വങ്ങൾ നിങ്ങളെ സഹായിക്കും. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മുടെ ഏറ്റവും വലിയ താവളം കുടുംബമാണ്. എന്നാൽ വീടിനകത്ത് സമാധാനം നഷ്ടപ്പെടുമ്പോൾ ആരും ഒറ്റപ്പെട്ടു പോകും. പ്രശസ്തനായ തത്വചിന്തകനും ആചാര്യനുമായ ബുദ്ധൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാന്തമായ ഒരു ജീവിതത്തിനുള്ള വഴികൾ ഉപദേശിച്ചു. ആ തത്വങ്ങൾ നമ്മുടെ വീടുകളിലും പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയുമോ? നമുക്ക് ബുദ്ധന്റെ ആ 7 ഉപദേശങ്ങളിലേക്ക് കടക്കാം. ഇത് കേവലം വാക്കുകളല്ല, നമ്മുടെ വീടിന്റെ അടിത്തറ ബലപ്പെടുത്താനുള്ള വഴികളാണ്. സമാധാനത്തിനായുള്ള ബുദ്ധന്റെ 7 ഉപദേശങ്ങൾ. ഒരു വീട് സമാധാനത്തിന്റെ കേന്ദ്രമാക്കാൻ ബുദ്ധൻ നൽകിയ 7 തത്വങ്ങൾ ഇവയാണ്. ആദ്യത്തെ കാര്യം മൈത്രി. അളവില്ലാത്ത സ്നേഹവും ദയയും. മൈത്രി എന്നാൽ എല്ലാവരോടും, പ്രത്യേകിച്ചും സ്വന്തം കുടുംബാംഗങ്ങളോടുള്ള നിരുപാധികമായ സ്നേഹമാണ്. സ്നേഹം എന്നത് ഒരു വികാരമല്ല, അതൊരു പ്രവൃത്തിയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ദയ കാണിക്കുക. ഒരു വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നതിനു പകരം ആശ്വാസം നൽകുക. കുടുംബ വഴക്കുകൾ ഒഴിവാക്കാനുള്ള ആദ്യ പടി ഇതാണ്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ വഴക്കുകൾ കുറയും. രണ്ടാമത്തെ കാര്യം വാക്കുകളിലും പ്രവൃത്തികളിലുമുള്ള ശ്രദ്ധ. ബുദ്ധന്റെ കർമ്മ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഫലം തരും. ദേഷ്യം വരുമ്പോൾ സംസാരിക്കാതിരിക്കുക. ഒരു വാക്ക് പുറത്തു വന്നാൽ അത് തിരികെ എടുക്കാൻ കഴിയില്ല. സംസാരിക്കുന്നതിനു മുമ്പ് അത് ഉപകാരപ്രദമാണോ, ദയയുള്ളതാണോ, സത്യമാണോ എന്ന് സ്വയം ചോദിക്കുക. ഇത് ദേഷ്യം കുറയ്ക്കാനും ക്ഷമ ശീലിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ്. അടുത്ത കാര്യം സത്യവും തുറന്ന ആശയവിനിമയവും. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി സത്യസന്ധതയാണ്. കുടുംബാംഗങ്ങളുമായി തുറന്ന് സംസാരിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ ഊഹിക്കാതെ നേരിട്ട് സംസാരിക്കുക. സത്യം പറയുമ്പോൾ പോലും ദയയോട് പറയുക. കാരണം സത്യം പറയുന്നതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ പറയുന്നു എന്നതാണ്. അടുത്ത കാര്യം നമുക്ക് ലഭിച്ച വീടിനെയും കുടുംബത്തെയും സ്നേഹിക്കുക. മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഉള്ളതിനെ അംഗീകരിച്ച് സന്തോഷിക്കുമ്പോൾ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയും. സംതൃപ്തമല്ലാത്ത മനസ്സ് എപ്പോഴും വഴക്കുകൾക്ക് കാരണമാകും. അഞ്ചാമത്തെ കാര്യം ക്ഷമ ശീലമാക്കുക. ദേഷ്യം എന്നത് ഒരു നിമിഷത്തെ ഭ്രാന്താണ്. ബുദ്ധൻ ഉപദേശിച്ചത് ഇങ്ങനെയാണ്: ദേഷ്യം വരുമ്പോൾ 10 വരെ എണ്ണുക. ഒരു ദീർഘശ്വാസം എടുക്കുക. ഈ സമയമെടുക്കുന്നതിന് പ്രതികരണം നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. ക്ഷമ ശീലമാക്കുന്നത് വഴി നിസ്സാരമായ കാര്യങ്ങൾക്ക് കുടുംബ വഴക്കുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാം. ആറാമത്തെ കാര്യം ശ്രദ്ധാലുവായ ശ്രവണം, അതായത് ലിസണിങ് സ്കിൽ. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു അത്ഭുത വിദ്യയാണ്. വീട്ടിലെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ മൊബൈലോ മറ്റു കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ പൂർണ്ണമായി ശ്രദ്ധിക്കുക. ആളുകൾ കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ നൽകുമ്പോൾ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇല്ലാതാകും. ഏഴാമത്തെ കാര്യം ദിനചര്യയിൽ ധ്യാനം കൊണ്ടുവരിക. മനസ്സാണ് വീടിന്റെ അന്തരീക്ഷം തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ സമാധാനമുണ്ടെങ്കിൽ അത് വീട്ടിലും പ്രതിഫലിക്കും. ദിവസവും അല്പസമയം ധ്യാനത്തിനായി മാറ്റിവെക്കുക. ഇത് നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കുകയും ഏത് പ്രതിസന്ധിയിൽ ക്ഷമയോടെ പെരുമാറാൻ സഹായിക്കുകയും ചെയ്യും. വ്യക്തിപരമായ ഈ ശാന്തത വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ശാന്തമായ വീട് എന്നത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല. അത് നമ്മൾ ഓരോരുത്തരും ഡെയിലി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ബുദ്ധന്റെ ഈ 7 ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ കുടുംബ വഴക്കുകൾ കുറയ്ക്കുകയും ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുകയും നിങ്ങളുടെ വീട് ശാന്തിയുടെയും സ്നേഹത്തിന്റെയും കേന്ദ്രമായി മാറുകയും ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക.